ഹായ് നമസ്കാരം, അഭിനവാണ്. അപ്പോൾ ഇന്ന് ധാരാവൈദ്യുതി എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇപ്രാവശ്യം ടെസ്റ്റ് മാറിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം ചോദിക്കുമെന്ന് വെച്ചാൽ ടെസ്റ്റ് മാറിയിട്ടുണ്ട് ശരിയാ, പക്ഷേ കുറേ ടോപ്പിക്ക് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എക്സാം ടൈം ആയല്ലോ, എക്സാമിന് പഠിക്കുമ്പോൾ മുന്നേ ഉള്ള ചോദ്യങ്ങളും കൂടി നോക്കുക. അപ്പോൾ കഴിഞ്ഞ കൊല്ലമുള്ള ടെസ്റ്റിൻ്റെ അകത്ത് ഇപ്രാവശ്യത്തെ കുറേ സാധനം ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയുള്ള സാധനം വിട്ടുവെച്ചാൽ മതി. റെഡി? നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നോക്കാം. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് 2022-23 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യമായിട്ട് 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നത് ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി രണ്ടാമത്തത് പൂർത്തിയാക്കുക. ശരി, ഒന്നാമത്തെ ജോഡി വരുന്നത് കറണ്ട് ആംബിയർ. കറണ്ടും ആംബിയറും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയിട്ട് വൈദ്യുത ചാർജിനുള്ള ജോഡി ആരാന്ന് കണ്ടുപിടിക്കണം. കറണ്ടും ആംബിയറും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. കറണ്ടിൻ്റെ യൂണിറ്റ്, കറണ്ടിൻ്റെ SI യൂണിറ്റാണ് ആംബിയർ. അങ്ങനെയാണെങ്കിൽ വൈദ്യുത ചാർജിൻ്റെ SI യൂണിറ്റ് ആര് എന്നാണ് നമുക്ക് വേണ്ടത്. വൈദ്യുത ചാർജിൻ്റെ SI യൂണിറ്റ് ആരാന്ന് വെച്ചാൽ അത് C കൊണ്ട് സൂചിപ്പിക്കുന്ന കുളോം എന്ന് പറയുന്ന ചങ്ങായ. കുളോം. റെഡി? അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്ത് മൊത്തമുള്ള എല്ലാ യൂണിറ്റുകളും അവിടെ പഠിച്ചു വെക്കാം. ഒരു പേപ്പർ എടുക്കുക, ഒരു സൈഡിൽ ഓരോന്ന് എഴുതുക, അതിന് നേരെ ഇപ്പോൾ കറണ്ട് എഴുതുക, കറണ്ടിന് നേരെ ആംബിയർ, വൈദ്യുത ചാർജ് കൂളോം. ആ രീതിയിൽ എല്ലാ ചാപ്റ്ററിൻ്റെ അകത്തുനിന്നും പെറുക്കി ഓരോ സാധനം എഴുതുക, അതിൻ്റെ യൂണിറ്റ് എഴുതുക. ആ രീതിയിൽ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഇക്വേഷൻ, സമവാക്യം കൂടി എഴുതിയാൽ ഇച്ചിരിയും കൂടി നല്ലതായിരിക്കും, പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം ഏത്? നമുക്ക് റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം ഏത് എന്നാ ചോദ്യം. 4 എണ്ണം ഉണ്ട്. ഒന്നാമത്തത് വരുന്നത് നമുക്കറിയാം, ഇത് ബൾബാണ്. രണ്ടാമത്തതായിട്ട് വരുന്നത്, രണ്ടാമത്തെ ചിത്രം, ഇത് സെല്ലാണ്. മൂന്നാമത്തത് റെസിസ്റ്റർ എന്ന് പറയും, പ്രതിരോധമാണ് മൂന്നാമത്തെ. നമ്മുടെ ഉത്തരം നാലാമത്തെ ചങ്ങായി, ഇതാണ് റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം. റിയോസ്റ്റാറ്റിന് വേറൊരു പ്രതീകം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിയോസ്റ്റാറ്റിനെ സൂചിപ്പിക്കുന്ന വേറൊരു ചിത്രം കൂടെ ഉണ്ടായിരുന്നു. ഒരു പെട്ടി പോലെ ഇങ്ങനെ വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 കണക്ഷൻ ഇട്ടിട്ട് മേലെ നിന്നൊരു ഏറോ മാർക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതും നോക്കി വെക്കുക. ടെക്സ്റ്റിൽ ബാക്കിയുള്ള എല്ലാ പ്രതീകങ്ങളും ചിത്രങ്ങളും നോക്കി വെച്ചേക്കാം. ഇനി അടുത്ത ചോദ്യം, ഒന്നിലധികം സെല്ലുകൾ ചേർന്ന സംവിധാനമാണ് ബാറ്ററി. അറിയാം. അതിലെ ക്വസ്റ്റ്യൻ, ബാറ്ററികൾ ഏതൊക്കെ രീതിയിൽ ക്രമീകരിക്കാം? ഓരോന്നായിട്ട് പറഞ്ഞ പോലെ ബാറ്ററികൾ ഏതൊക്കെ രീതിയിൽ ക്രമീകരിക്കാമെന്ന് വെച്ചാൽ നമുക്കറിയാം. ഒന്ന്, ശ്രേണി രീതിയിൽ ക്രമീകരിക്കാം. അതുപോലെ സമാന്തര രീതിയിലും ക്രമീകരിക്കാം. ശ്രേണിയിലും ക്രമീകരിക്കാം, സമാന്തരമായിട്ടും ക്രമീകരിക്കാം. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്ക്. സഫല വോൾട്ടത 9V ലഭിക്കത്തക്ക വിധം 1.5 വോൾട്ടുള്ള 6 സെല്ലുകൾ ക്രമീകരിക്കുന്ന വിധം ചിത്രീകരിക്കുക. അപ്പോൾ 6 സെല്ലുകൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വോൾട്ടത എന്ന് ഉദ്ദേശിക്കുന്ന വോൾട്ടേജാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നത് 1.5 വോൾട്ടാണ്. 1.5 വോൾട്ടുള്ള 6 സെല്ലുകൾ കയ്യിലുണ്ട്. എല്ലാം കൂടി ജോയിൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ശ്രേണി രീതിയിൽ വെക്കണം, അല്ലെങ്കിൽ സമാന്തര രീതിയിൽ വെക്കണം. എങ്ങനെയെങ്കിലും വെച്ചിട്ട് അവസാനം സഫല വോൾട്ടേജ് 9V കിട്ടിപ്പിക്കണം. അതാണ് നമ്മളെ പരിപാടി. അങ്ങനെ വെക്കണമെങ്കിൽ ശ്രേണിയാണോ വേണ്ടത് അല്ലെങ്കിൽ സമാന്തരമാണോ വേണ്ടത് എന്നുള്ള. സമാന്തരത്തിൽ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം, എന്തെങ്കിലും ആട്ടെ. സമാന്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ, സെല്ലുകളെ സമാന്തര രീതിയിൽ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണോ, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ EMF എത്രയാണോ അത്രയേ കിട്ടുള്ളൂ. 1.5 വോൾട്ടിൻ്റെ 6 എണ്ണം എടുത്ത് സമാന്തര രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ 1.5 വോൾട്ടേ കിട്ടുള്ളൂ. പക്ഷേ അതേസമയം ശ്രേണിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഓരോ സെല്ല് വെക്കുന്നതിനനുസരിച്ചും സഫല വോൾട്ടത അല്ലെങ്കിൽ സഫല പൊട്ടൻഷ്യൽ വ്യത്യാസം എല്ലാം പറയാം, അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് രീതിയിൽ വേണം വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് ശ്രേണി രീതിയിലാണ്. ശ്രേണി രീതിയിൽ എങ്ങനെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ 6 സെല്ലുകൾ നിലവിലുണ്ട്. ഒന്നാമത്തെ സെല്ല് ഇവിടെ വെക്കുന്നുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ്. അതിൻ്റെ പോസിറ്റീവ് ഭാഗത്തുനിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് അടുത്ത സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. നെഗറ്റീവ് പോസിറ്റീവ്, വീണ്ടും നെഗറ്റീവ് പോസിറ്റീവ്, വീണ്ടും നെഗറ്റീവ് പോസിറ്റീവ്, അടുത്ത സെല്ല് നെഗറ്റീവ് പോസിറ്റീവ്, വീണ്ടും ഒരു സെല്ലും കൂടെ നെഗറ്റീവ് പോസിറ്റീവ്. ഇപ്പോൾ എത്രയും 1 2 3 4 5 6 സെല്ലുകളാണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സർക്യൂട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഈ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനെ വെച്ചാൽ പോരെ.
ഓരോന്നിൻ്റെയും വോൾട്ടത എത്രയാണെന്ന് വെച്ചാൽ 1.5 വോൾട്ടാണ്. ഓരോന്നിനും 1.5 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ആകെ വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ അത് 9 വോൾട്ടായിരിക്കും. കാരണം ഇത് 1.5, ഇത് 1.5, ഇത് രണ്ടും കൂട്ടിയാൽ തന്നെ 3 ആയി. ഇതും 1.5, ഇതും 1.5. അപ്പോൾ ഇവിടെ 3 കിട്ടി, ഇവിടെയും 3 കിട്ടി. ഇതും 1.5, ഇതും 1.5, ഇതും ഇവിടെയും 3 കിട്ടും. അപ്പോൾ 3 കൂടെ കൂട്ടി 9. അല്ലെങ്കിൽ 1.5നെ 6 പ്രാവശ്യം കൂട്ടി 1.5നെ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടി കഴിഞ്ഞാൽ 9 വോൾട്ട് എന്ന് കിട്ടും. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ചിത്രം. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക് ചിത്രീകരണങ്ങളിൽ ഓം നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാഫ് ഏത്? ഓം നിയമം എന്ന് പറയുമ്പോൾ തന്നെ ഓം നിയമം പറയുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലൊരു കാര്യം വരണം. അത് വിയും ഐയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു എന്തോ ഒരു എന്താ പറയുക, ഒരു തത്വം അല്ലെങ്കിൽ നിയമമാണ് ഓം നിയമം. വിയും ഐയും, വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, മറ്റൊരു പേര് വൈദ്യുത തീവ്രത എന്ന് വിളിച്ചില്ലേ, വൈദ്യുത തീവ്രത ഐ. ഇവർ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു നിയമമാണ് ഓം നിയമം. അത് വെച്ച് വരയ്ക്കുന്ന ഗ്രാഫാണ് വി ഐ ഗ്രാഫ് എന്നറിയപ്പെടും. വി ഐ ഗ്രാഫ് എന്നും അറിയപ്പെടും ഓം നിയമത്തിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഉറപ്പായിട്ടും മിനിമം 2 അക്ഷം വേണം, ആക്സിസ് വേണം. താഴെയുള്ളതിനെ എക്സ് എന്നും മേലെയുള്ളതിനെ വൈ എന്നും വിളിക്കാം. നമുക്ക് വേണ്ടത്, നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് വിയും ഐയും വെച്ചിട്ടുള്ള ഗ്രാഫ്, അതുകൊണ്ട് വി ഐ ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ വിനെ ഐനെ എവിടെ കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിനെ തീർച്ചയായിട്ടും വൈയിൽ കൊടുത്തേക്ക്, അതുപോലെ ബാക്കിയുള്ള ചങ്ങായി ഐ അല്ലേ, ഐനെ എക്സിലും കൊടുത്തേച്ചേക്കാം. ഇത് ഓർമ്മിക്കാൻ വേണമെങ്കിൽ വൈ കാണാൻ വൈൻ്റെ വാല് മുറിച്ച് കഴിഞ്ഞാൽ വി പോലെ ഇല്ലേ, അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. വെറുതെ ഈ രീതിയിൽ കൊടുക്കുക. ഇനി കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, അല്ലെങ്കിൽ കറണ്ട് കുറയുമ്പോൾ വോൾട്ടേജ് കുറയും, അല്ലെങ്കിൽ കറണ്ട് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടും എന്നുള്ള രീതിയിലാണ് ഓം നിയമത്തിൽ പറഞ്ഞു വെച്ചത്. കറണ്ടിന് വരുന്ന മാറ്റത്തിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും മാറും. അതല്ലേ അതിൻ്റെ ഒരു ലാസ്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ കറണ്ട് കൂടുന്നതിനനുസരിച്ച്, കറണ്ട് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവിടെ വോൾട്ടേജ് ഇങ്ങനെ കൂടി വരണം. റെഡി? അപ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുണ്ടാകും ഏകദേശം. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഗ്രാഫ് ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി. അതിൽ രണ്ടാമത്തെ ഗ്രാഫാണ് നമ്മൾ ടെക്സ്റ്റിൽ വിലയിരുത്താനുള്ള ചോദ്യം അല്ലേ. രണ്ടാമത്തെ ഗ്രാഫാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ. 0.2 ആംപിയർ കറണ്ട് 100 ഓം പ്രതിരോധകത്തിൽ കൂടി പ്രവഹിക്കുമ്പോൾ പ്രതിരോധകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കുക. പൊട്ടൻഷ്യൽ വ്യത്യാസം വി എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ്. ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ പ്രതിരോധവും തന്നിട്ടുണ്ട്. അത് രണ്ടും ആദ്യം തന്നെ എടുത്തങ്ങ് എഴുതിയേക്കാം. ഇനി നമ്മളോടുള്ള ചോദ്യം വി കണ്ടുപിടിക്കാനാണ്. വി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നാണ് പറഞ്ഞത്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ വി എത്ര എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഓം നിയമം പഠിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു 3 സമവാക്യങ്ങളുണ്ടായിരുന്നു. I സമം വി ബൈ ആർ, അല്ലെങ്കിൽ ആർ സമം വി ബൈ ഐ, അതും അല്ലെങ്കിൽ വി സമം ഐ ആർ എന്നും പറഞ്ഞിട്ട് 3 സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ബാക്കി രണ്ടും അതിൽ നിന്ന് പിടിച്ചോളാം. അപ്പോൾ നമ്മുടെ സമവാക്യം വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി കണ്ടുപിടിക്കാനുള്ള സമവാക്യം വി സമം ഐ ആർ, അത് മാത്രം നോക്കി വെച്ചാൽ മതി. ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്ത് എഴുതുന്നു. വി സമം ഐ ഗുണിക്കണം ആർ സമം ഐ 0.2 ആംപിയർ ആണ്. അപ്പോൾ 0.2 ഗുണിക്കണം ആർ എന്ന് പറഞ്ഞാൽ 100. ആർ എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. അപ്പോൾ 0.2 ഗുണിക്കണം 100 എന്ന് വരും. 0.2നെ 100 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 2 സ്ഥാനം മുന്നിലേക്ക് കയറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ഇത്രയും കണ്ടുപിടിച്ചത് വോൾട്ടേജ് അല്ലേ, പൊട്ടൻഷ്യൽ വ്യത്യാസമല്ലേ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് നിർബന്ധമായിട്ട് എഴുതി വെക്കണം. വോൾട്ട് 20 വോൾട്ട് എന്ന് ഉത്തരം വരും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്ക്, ഇതിൻ്റെ മാർക്ക് നോക്ക്, 1 മാർക്ക് ഉണ്ട് കേട്ടോ. പോട്ടെ, ഇനി അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി ബൾബ് പ്രകാശിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കുക. ആയിക്കോട്ടെ. അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്, 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, ബൾബ് ഉണ്ട്,
കണക്റ്റിംഗ് വയറും ഉണ്ട്. ശരി, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് വരയ്ക്കേണ്ട എല്ലാ സാധനത്തിനെയും പ്രതീകം വെച്ചിട്ടാണ് വരയ്ക്കുക അല്ലേ. നോക്കാം എങ്ങനെ വരയ്ക്കാം. അമ്മീറ്ററിനെയും വോൾട്ട് മീറ്റർ പോലുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ലാസ്റ്റ് വെക്കുക. അതാണ് ആദ്യത്തെ പരിപാടി. ഫസ്റ്റ് വെക്കേണ്ടത് എപ്പോഴും ഫസ്റ്റ് ബാറ്ററി അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടല്ലേ. അപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഇവിടെ വരച്ച് വെക്കുന്നുണ്ട്. ബാറ്ററീൻ്റെ പ്രതീകം ഇങ്ങനെ ബാറ്ററി വരച്ചിട്ടുണ്ട്. അതിൻ്റെ ചോട്ടിലായിട്ട് എഴുതി കൊടുക്കുക, അത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. റെഡി. ഇനി ഇതിൻ്റെ പോസിറ്റീവിൽ നിന്നൊരു കണക്ഷൻ എടുത്തേക്ക് ആ കണക്ഷൻ നേരെ പോയിട്ട് എവിടത്തേക്ക് പോകാം. ഇനി ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഒരു സ്വിച്ച് വെച്ചേക്കാം. ഇവിടെ സ്വിച്ച് ഓഫായി കിടക്കട്ടെ, വെറുതെ ചാർജ് തീർക്കണ്ട. അപ്പോൾ സ്വിച്ച് വെച്ചു, ബാറ്ററി വെച്ച്. ഇനി നേരെ വേറെ ബാക്കിയുള്ള കണക്റ്റിംഗ് വയർ നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. കണക്റ്റിംഗ് വയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്ക്. നമ്മൾ ബൾബ് വെക്കുന്നുണ്ട്, നേരെ ബൾബ് വെക്കുന്നുണ്ട്. ബൾബിൻ്റെ മറ്റേ തല പിടിച്ചിട്ട് സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നു, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബൾബ്. അപ്പോൾ ബൾബും വെച്ച് കഴിഞ്ഞ്, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് വോൾട്ട് മീറ്ററും വോൾട്ട് മീറ്ററും വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചേ. അമ്മീറ്റർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മീറ്റർ എപ്പോഴും വെക്കേണ്ടത് ശ്രേണി രീതിയായിട്ടാണ്. സർക്യൂട്ടിൽ ശ്രേണിയായിട്ടാണ് അമ്മീറ്ററിനെ വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾബ്, ഇതിവിടെയാണ് നമ്മുടെ ബൾബ് വരുന്നത്. അതിന് ശ്രേണിയായിട്ട് ഇവിടെ അമ്മീറ്ററിനെ വെച്ചേക്കാം. ഈ ഒരു ഭാഗത്ത് സ്വിച്ചിന് ശേഷം ഇവിടെ അമ്മീറ്ററിനെ വെക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് വെക്കേണ്ടത് വോൾട്ട് മീറ്ററിനെയാണ്. വോൾട്ട് മീറ്ററിനെ വെക്കുമ്പോൾ ഏത് ഉപകരണമാണോ നമ്മുടെ കയ്യിലുള്ളത് അതിന് സമാന്തരമായിട്ട് വേണം വോൾട്ട് മീറ്ററിനെ വെക്കാൻ. അതായത് ഈ ഒരു രീതിയിലേക്ക് വരും. ടെക്സ്റ്റിലുള്ള ചിത്രമായത് അല്ലേ, ടെക്സ്റ്റിലുള്ള ചിത്രം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഏകദേശം ഒരു ചിത്രം വരയ്ക്കാൻ. ഇതിൽ വരയ്ക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കളകുള പോലെയുള്ള. റെഡി. അപ്പോൾ ഇവരെയും വെച്ച് കഴിഞ്ഞ് എല്ലാവരെയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ സർക്യൂട്ടിലൂടെ 0.5 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ സർക്യൂട്ടിൻ്റെ പ്രതിരോധം കണക്കാക്കുക. റെഡി. എന്താ പരിപാടി? പ്രതിരോധമാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രതിരോധത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഇവിടെ പ്രതിരോധം R അല്ലേ, റെസിസ്റ്റൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. ആറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയോ തന്നിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതിയേക്കാം. കറണ്ട് തന്നിട്ടുണ്ട്. ആ കറണ്ട് ഇവിടെ ഉണ്ട്. കറണ്ടിന് I എന്ന് പറയും. I = 0.5 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ R കണ്ടുപിടിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇവിടെ R ആണ് കണ്ടുപിടിക്കേണ്ടത്. R = എത്ര എന്നുള്ളതാണ് ചോദ്യം. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം വായിച്ചു നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ ബാറ്ററീൻ്റെ EMF, ബാറ്ററീൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുതി വെക്കാം. വി സമം 12 വോൾട്ട്. റെഡി. ഇനി ചോദ്യം, ഇനി R കണ്ടുപിടിക്കണം. ഒരു പ്രയാസമില്ല, നേരത്തെ ഉപയോഗിച്ച അതേ സമവാക്യം R കണ്ടുപിടിക്കാനുള്ള സമവാക്യം. ഏതെങ്കിലും 3 പഠിച്ചിട്ട് ഏതെങ്കിലും 3 ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ. V = IR പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് നിങ്ങൾ പഠിച്ചത് അത്. ഇപ്പോൾ ആറിനുള്ള സമവാക്യം R = V/I എന്നുള്ള സമവാക്യമുണ്ട്. R = V ഹരിക്കണം I. ഇനിയിപ്പോൾ ഇത് ഓർമ്മയില്ല, I = V/R ഓർമ്മയുള്ളത്. അതും അല്ലെങ്കിൽ V = IR ആണ് ഓർമ്മയുള്ളൂ എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ സമവാക്യത്തിൽ നമുക്ക് കിട്ടിയ സാധനങ്ങൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വിൻ്റെയും ഐൻ്റെയും വില ഉണ്ട്, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. R ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. നമുക്കിപ്പോൾ നിലവിൽ Rന് സെപ്പറേറ്റ് ഒരു സമവാക്യമായിട്ട് തന്നെ ഓർമ്മയുള്ളതുകൊണ്ട് R = V/I എന്ന് എഴുതുന്നു. ഇനി V എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V തന്നിട്ടുണ്ട് 12 ഹരിക്കണം I എത്രയാണ്? I 0.5. 0.5 12നെ 0.5 കൊണ്ട് ഹരിച്ചാൽ, ഇവിടെ 0.5 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അര, 12ൻ്റെ പകുതിയാണ് ചോദ്യം. സോറി, തിരിഞ്ഞുപോയി. 12നെ അര കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 12ൽ എത്ര അര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. വേണമെങ്കിൽ 12 എന്നല്ല എഴുതിയിട്ട് ഇങ്ങനെ 12 എന്നല്ല എഴുതി അതിനെ 0.5 കൊണ്ട് ഹരിക്കുന്ന ഇങ്ങനെ ആക്കിയിട്ടുള്ള
ചെയ്യുന്നില്ലേ? അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചോദ്യത്തിന് ഈ രീതിയിലൊന്ന് വായിച്ച് നോക്കിയാൽ മതി. 12ൽ എത്ര അരയുണ്ട്, 12ൽ എത്ര 0.5 ഉണ്ട്, 12ൽ എത്ര ഒന്നുണ്ട് എന്ന് ചോദിച്ചാൽ 12 ഒന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര അരയുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി 24 ഉണ്ടാവും. 24 ഇത്രയും എന്തായിരിക്കും? ഓമാണ് കേട്ടോ. 6 കണ്ടുപിടിച്ചേ. അപ്പോൾ 6ൻ്റെ യൂണിറ്റ് കൊടുക്കണം. 24 ഓം. ഇതാ പിടിച്ചോ. അടുത്ത ചോദ്യം. ചാലകങ്ങളുടെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പദാർത്ഥത്തിൻ്റെ താപനില. റെഡി? താപനില. ഇത് വേറെ ചോദ്യമാണ്, അടിയില്ല നോക്കണ്ട. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന മറ്റ് 3 ഘടകങ്ങൾ ഏതൊക്കെ? അപ്പോൾ ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം താപനിലയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് ഏതൊക്കെ എന്നുള്ളതാണ് ചോദിച്ചത്. ആകെപ്പാടെ 1, 2, 3, 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്നതല്ലേ. 1 താപനിലയാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതായിട്ട് ചാലകത്തിൻ്റെ നീളമുണ്ട്. ചാലകത്തിൻ്റെ നീളം സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ചാലകത്തിൻ്റെ വണ്ണത്തിന് കുറച്ചും കൂടെ നല്ല പേര് ഛേദതല പരപ്പളവ്. അതാണ് മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ആ പേരായിരിക്കും ഉണ്ടാവുക. അതും കൂടെ പഠിച്ചു വെക്കണം. ഉദ്ദേശിക്കുന്നത് വണ്ണം. ചാലകത്തിൻ്റെ വണ്ണം. ഇവിടെ വയറിൻ്റെ വണ്ണം അത്രയേ ഉള്ളൂ. ചാലകത്തിൻ്റെ വണ്ണം. ഇനി ലാസ്റ്റായിട്ട് ഒരു പോയിന്റും കൂടെ ഉണ്ട്. അത് സ്വഭാവമാണ്. ചാലകത്തിൻ്റെ സ്വഭാവം. ചാലകത്തിൻ്റെ നീളം, വണ്ണം, അതുപോലെ സ്വഭാവം. താപനില തന്നിട്ടുണ്ടല്ലോ. ഈ 3 ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം. ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ തിരിച്ചറിയുക. അവയുടെ ഓരോ ഉപയോഗം വീതം എഴുതുക. അപ്പോൾ 2 എണ്ണം തന്നിട്ടുണ്ട്. ഈ സാധനത്തിന് നമ്മൾ ടെക്സ്റ്റിൽ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. വിട്ടേക്ക്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള TV, ഫ്രിഡ്ജ് പോലത്തെ എന്തെങ്കിലും സാധനമൊക്കെ നന്നാക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതാ. പക്ഷേ ഇത് നമുക്ക് ഇപ്രാവശ്യം ഇല്ല, പോട്ടെ. പക്ഷേ ഈ സാധനം ടെക്സ്റ്റിലുണ്ട്. ഇതിൻ്റെ പേര് മൾട്ടിമീറ്റർ എന്ന് പറയും. മൾട്ടിമീറ്റർ എന്നാണ് പേര്. ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് വെച്ച് പ്രതിരോധം അളക്കാം, വോൾട്ടേജ് അളക്കാം, കറണ്ട് അളക്കാം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അളക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത് മൾട്ടിമീറ്റർ. അതിൻ്റെ പേര് തന്നെ കണ്ടില്ലേ? മൾട്ടിമീറ്റർ. മൾട്ടി എന്ന് പറഞ്ഞാൽ കുറേ എന്നുള്ള അർത്ഥം. കുറേ സാധനം അളക്കാം. അപ്പോൾ ഓരോ ഉപയോഗം എഴുതാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉപയോഗം എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധം അളക്കാമെന്ന് എഴുതാം, കറണ്ട് അളക്കാമെന്ന് എഴുതാം, വോൾട്ടേജ് അളക്കാമെന്ന് എഴുതാം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നിട്ടില്ല. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. എല്ലാം ചെയ്തു നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. റെഡി? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.